ഇപ്പോൾ വി ഡി സതീശന്റെ വീട്ടിൽ നിന്ന് സിബി ജോസഫ് കൂടി ചേരുന്നുണ്ട്. സിബി, അവിടെ വലിയ രീതിയിൽ പ്രവർത്തകർ എത്തിയിരുന്നു. ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും, സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ കരുതിയതാണ്. ഇപ്പോൾ നാളെയേ ഉണ്ടാകുള്ളൂ എന്നറിയുകയാണ്. പ്രവർത്തകരും അതുപോലെ തന്നെ സതീശൻ ക്യാമ്പും ഒക്കെ വലിയ നിരാശയിലാണോ? ഏതായാലും നാളെയാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വിവരം ഇവർക്ക് ലഭ്യമായിട്ടില്ല. പക്ഷെങ്കിൽ പോലും വളരെ വലിയ ആവേശത്തോടെ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും ഇവർ ഈ പ്രഖ്യാപനം കാത്തു തന്നെ നിൽക്കുകയാണ്. ഇന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് ഇവർക്കുണ്ടായിരുന്നത്. ഈ നാളെയാണ് ഉണ്ടാകുകയുള്ളൂ എന്നൊരു വാർത്ത വരുന്നുണ്ട്. എന്താണ് നിരാശ നീണ്ടു പോവുകയാണല്ലോ അല്ലേ? ഞങ്ങൾ ഇപ്പോഴും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഡൽഹിയിൽ നിന്നുള്ള ഔദ്യോഗിക അറിയിപ്പ് വന്നില്ലെങ്കിൽ പോലും ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും, മുഴുവൻ പ്രവർത്തകരും ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ്. തീർച്ചയായിട്ടും അതല്ലാതെ മറ്റൊരു കോമഡി ഇല്ല. കാരണം കേരളത്തിന്റെ ജനവികാരം അതാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെ പടം നയിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഗ്രൂപ്പിന് അതീതമായ ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും ആഗ്രഹം. അത് തന്നെ സംഭവിക്കുന്നു തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ വൈകി പോവുകയാണല്ലോ. ടീം UDF വേണ്ടി പണിയെടുത്ത VDS തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നതാണ് കേരളത്തിലെ ജനവികാരം മുഴുവൻ. ഞങ്ങളെല്ലാവരും അത് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുന്നു. എന്തായാലും ഈ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹമാണ് അവർ പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം ദൃശ്യങ്ങളൊന്നും കടന്നുപോലെ തന്നെ നമുക്കറിയാം നിരവധി പേർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇപ്പോൾ തീരുമാനം വൈകി പോകാം. നാളത്തേക്കാണെന്നാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് DCC പ്രസിഡന്റ് പറഞ്ഞു. നാളത്തേക്കെന്നാണ്, നാളെ രാവിലത്തേക്കെന്നാണ് പറഞ്ഞേക്കണം. എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല. അപ്പോൾ എല്ലാവരും നിങ്ങൾ പിരിയാണോ? അങ്ങനെ പോകുന്നത് ഞങ്ങളുടെ വികാരം വി ഡി സതീശനാണ്. അങ്ങനെ പോകാൻ പറ്റൂല. നമുക്ക് രാവിലെ വന്നത് ഇവിടെ ഇത്ര നേരം നിൽക്കാം. ഞങ്ങൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങൾ ഇവിടെ പോകണുള്ളൂ. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ പ്രഖ്യാപിച്ചിട്ട് പോകുള്ളൂ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ടുള്ളത്. തൃശ്ശൂർ വന്നിട്ടുള്ളത് വിസ്മയം തീർക്കാൻ വേണ്ടി 5 വർഷം ജനങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നൊരു മുഖ്യമന്ത്രി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നിൽക്കുന്നവരെല്ലാവരും. അതുകൊണ്ട് ഞങ്ങൾ ആ പ്രതീക്ഷ കാത്തിരിക്കുകയാണ്. പ്രഖ്യാപനം 7 മണിക്ക് വരുന്ന പ്രതീക്ഷിച്ചു. പക്ഷെ നാളേക്കാണ് നീക്കുന്നതാണ്. 9 മണിക്ക് പ്രഖ്യാപിക്കും. ഇന്ന് 9 മണിക്ക്. നാളെയൊന്നുമല്ല, ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. സോണിയാഗാന്ധി പ്രഖ്യാപിക്കും 9 മണിക്ക്. ഫുൾ പ്രതീക്ഷ വീടി ഇന്ന് നാളത്തേക്കെന്ന് പറയണം. ചാനൽ സപ്പോർട്ട് പറയണം. ഇന്നുണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വൈകി പോവാണല്ലോ. അത് ഇപ്പൊ സ്വാഭാവികം. ജനാധിപത്യം എന്തായാലും വീഡിയോ നാളെ മുഖ്യമന്ത്രി ഇവിടുത്തെ പിരിയാണല്ലോ. ഞങ്ങള് മുഖ്യമന്ത്രി ആവണം. നാളെ ഞങ്ങളെത്തും. ഒരു അഭ്യർത്ഥന, സ്കൂൾ തുറക്കണേക്കാൻ മുമ്പ് ഒന്ന് നേതൃത്വം ഇടപെട്ട് ഒരു മുഖ്യമന്ത്രി PDF തന്നെ സ്കൂള് തുറക്കുന്നതിന് മുമ്പ്. പുസ്തകം കിട്ടാൻ അതല്ല, സ്കൂൾ തുറക്കുന്ന നീണ്ടു പാടില്ല. അതുകൊണ്ട് സ്കൂള് തുറക്കുന്നതിന് മുമ്പായിട്ട് നാളെയാ. നാളെ ഇന്നൊരു ദിവസം കൂടി ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. വി ഡി സതീശൻ കാത്തിരുന്ന് മടുത്തു. ഞങ്ങൾ സന്തോഷം. നിലപാടുകളുടെ രാജകുമാരൻ വി ഡി നാളെ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾക്ക് നല്ല എന്തായാലും പ്രവർത്തകർ മടങ്ങുകയാണ് സതീശന്റെ വീട്ടിൽ നിന്ന്. ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നവർ കരുതിയതാണ്, പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതില്ലാത്തതിൽ നിരാശയുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നാളെ ആയാലും അത് വി ഡി സതീശനാണ് മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനം ഉണ്ടായാൽ മതി എന്ന ഒരു വികാരത്തിൽ, ഒരു ഫീലിലാണ് അവിടെ എത്തിച്ചേർന്നവരൊക്കെ ഉള്ളത്. എന്തായാലും നാളത്തേക്കായിരിക്കാം ആ പ്രഖ്യാപനം എന്ന് മനസ്സിലാക്കിയതോടുകൂടി വി ഡി സതീശന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പ്രവർത്തകരൊക്കെ മടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ഒഴുക്കായിരുന്നു രാവിലെ മുതൽ തന്നെ നമുക്ക് വി ഡി സതീശന്റെ വീട്ടിലേക്ക് കാണാൻ കഴിഞ്ഞത്. അല്പസമയം മുൻപാണ് ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച അവസാനിച്ചത്. ഖാർഗെയുടെ വീട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മടങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ ജയറാം രമേശ് ഖാർഗെയുടെ വസതിയിൽ എത്തിയിരിക്കുകയാണ് എന്നതാണ്. പ്രഖ്യാപനം നാളത്തേക്കായിരിക്കും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പലയിടത്തും വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും